ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു നേരെ മനോഹരനെ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിലും അത് പാളിപ്പോവുകയാണ്. അവനെ ആ ആശുപത്രിയിൽ വെച്ച് തന്നെ കൊല്ലാനാണ് നമ്മുടെ സരയുവിന്റെ തീരുമാനം. എന്തായാലും സരയു തോറ്റു പിന്മാറി ആ ഒരു സന്തോഷ വാർത്ത കിരണിനെ അറിയിക്കുകയാണ്. ഇവൻ മനോഹർ ഹോസ്പിറ്റലിലാണെന്ന കാര്യം കേൾക്കുമ്പോൾ കിരൺ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. കിരൺ എന്തായാലും അവന്റെ മുഖത്തെ സങ്കടം കാണുമ്പോൾ സരീന് ദേഷ്യം വരികയാണ്. അവനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവനെ കൊല്ലാനായിട്ട് നീ കൂട്ടു നിൽക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനോഹറിനെ കാണാൻ കിരൺ പോവുകയാണ്. അങ്ങനെ കിരൺ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അയാൾക്ക് നല്ല മാറ്റമുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അയാള് കുഞ്ഞിനെ പറ്റിയാണ് ചോദിക്കുന്നത്, അബോധാവസ്ഥയിലും കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അബോധാവസ്ഥയിൽ ആ കുഞ്ഞിനെ പറ്റി ചോദിക്കണമെങ്കിൽ അതവൻ കരുതി കൂട്ടി അഭിനയിക്കുന്നതല്ലല്ലോ, അതവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. എന്തായാലും അതിനുശേഷം കിരൺ മനോഹറിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പോഴും വളരെ ദയനീയമായിട്ട്, അതായത് ശബ്ദക്കിടറിയ മാതിരി ദയനീയമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ, കൺമണി മോളെ ഒന്ന് കാണിച്ചു തായോ, ചിലപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഞാൻ ഈ കിടപ്പിൽ തീർന്നാലോ എന്നുള്ള കാര്യമൊക്കെ വീണ്ടും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കിരണ് സങ്കടം വരുന്നുണ്ട്. എന്തായാലും അപ്പോഴും പറയുന്നത്, നമ്മുടെ മനോഹർ പറയുന്നത്, ആ ഗംഗപ്രസാദ് മരിച്ചിട്ടില്ലെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും മനോഹറിന്റെ മാറ്റം യഥാർത്ഥ മാറ്റം തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ സരയു ഈ ഒരു സന്തോഷ വർത്തമാനം നമ്മുടെ ശാരിയ അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയോട് പറയുകയാണ്, എന്തായാലും എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വാക്ക് നിറവേറ്റി. ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാനായിട്ട്. ആ മനോഹർ, അവൻ ചതിയനല്ലേ, അവനെ എൻ്റെ അച്ഛൻ പണി ചെയ്യുന്ന ആയുധം കൊണ്ട് അവനെ തലക്കടിച്ച് വീഴ്ത്തി. അവനിപ്പോൾ ആശുപത്രിയിലാണ്. അവനിപ്പോൾ ബോധമറ്റ് കിടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അവൻ ഇനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. അവൻ പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ അവൻ പരോളിലിറങ്ങിയാൽ പോലും ഞാൻ അവനെ വെച്ചേക്കില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതൊരു അവസരം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ സരയു പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ശാരിക്ക് ടെൻഷൻ ആവാണ്. ശാരി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്നൊക്കെ അറിയാം. എന്തായാലും ശാരി പറയുന്നുണ്ട്, വേണ്ട മോളെ, അതിനൊന്നും നിൽക്കണ്ട. മോളുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. കുഞ്ഞിനെ കാര്യങ്ങളായാലും എല്ലാവരും നോക്കാനൊക്കെ ഉണ്ട്. മോള് അബദ്ധമൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ശാരിയോട് പൊട്ടിത്തെറിച്ച് അവൾ കലിയും തുള്ളി അവിടെ നിന്നും പോകുകയാണ്. അപ്പം ഇങ്ങനെ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മുടെ ശാരിക്ക്. അങ്ങനെ ശാരി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കിരണിനെ വിളിച്ച് പറയുകയാണ്, മോനെ കിരണെ, ഇങ്ങനെ മനോഹർ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് അവളൊരു അവസരമായി എടുത്തിരിക്കുകയാണ്. അവൾ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി മനോഹറിനെ കൊല്ലാനാണ് അവൾ തീരുമാനിച്ചിട്ടുള്ളത്. മോനെ, എത്രയും വേഗം എന്നെയും കൊണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെയും പോകാം എന്നിങ്ങനെ പറയുമ്പോൾ, ശരി ആൻറ്റി എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ തന്നെ ശാരിയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ഈ സരയു ആണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ്. ഒരു ഫർദ അണിഞ്ഞിട്ടാണ് അവള് ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ഫർദ അണിഞ്ഞ സ്ത്രീയെ കാണുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ അവള് അവിടെ നിന്നും ഒരു വിധത്തിൽ ആ ഫർദയൊക്കെ മാറ്റി അവിടുത്തെ നേഴ്സിൻ്റെ വസ്ത്രം ധരിക്കുകയാണ്. എന്തായാലും പോലീസൊക്കെ പുറത്ത് കാവലുണ്ട്. അവരോടൊക്കെ എത്രയും നന്നായി സൂക്ഷിക്കണം, ആരാണ് അകത്തേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഗംഗയുടെ ഒരു കാര്യം, അത് പോലീസുകാർക്ക് വരെ നാണക്കേടായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പോലും നമ്മുടെ സരയുവിന് ആ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട്. മനോഹറിൻ്റെ അരികിലേക്ക് കടക്കാൻ സാധിക്കുകയാണ്. എന്തായാലും ആ സമയമാണെങ്കിൽ വണ്ടിയിൽ കിരണും അതുപോലെ ശാരിയും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, അവൾക്ക് വേറെ അമ്മയുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ മകളെ ഒരിക്കലും, എൻ്റെ മോളെ ഒരിക്കലും ജയിലിൽ കിടക്കാൻ കാരണമാകരുത്. അതിനുവേണ്ടി നമുക്ക് എത്രയും വേഗം അവിടെ ആശുപത്രിയിൽ എത്തണം മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺ പെട്ടെന്ന് പെടച്ച് അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് മനോഹർ അങ്ങനെ കിടക്കുന്നുണ്ട്. നേഴ്സാണല്ലോ തൻ്റെ അരികിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ അവന് അധികം ഇതൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴായിരിക്കും
അവളുടെ മുഖത്തെ ആ ഒരു മാസ്ക് എടുത്തു മാറ്റുന്നത് പെട്ടെന്ന് മനോഹർ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് സരയു കൊല്ലാൻ വേണ്ടിയിട്ട് അതായത് വായും മൂക്കും കൂടി പൊത്തുകയാണ്. എന്നിട്ട് അവനങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് കൃത്യസമയത്ത് തന്നെയാണ് ശാരിയും അതുപോലെ നമ്മുടെ കിരണും കൂടി അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ ശാരി പെട്ടെന്ന് തന്നെ ശാരി തന്നെയല്ല മനോഹർ നമ്മുടെ കിരണും കൂടിയിട്ട് സരയുവിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അവിടെ നിന്നും പിടിച്ചു മാറ്റിയിട്ട് ശാരിയാണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്താ മോളെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ സമയത്ത് കൃത്യസമയത്ത് മനോഹറിനെ രക്ഷിക്കാൻ അവരെത്തുമ്പോൾ മനോഹർ അതിനോട് പറയുന്നുണ്ട്, എനിക്ക് മരിക്കാനൊന്നൊരു ഭയവുമില്ല, അവളുടെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തായോ, എൻ്റെ ഒരു അവസാന ആഗ്രഹം എന്ന രീതിയിലെങ്കിലും ചെയ്തു തായോ. എന്തായാലും സരയുവിൻ്റെ കൂടെയല്ലല്ലോ കുഞ്ഞിപ്പോൾ താമസിക്കുന്നത്, സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയല്ലേ. അങ്ങനെ ആ കുഞ്ഞിനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുവന്ന് എന്നെക്കൊന്ന് കാണിച്ചൂടെ എന്നിങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അത് വല്ലാത്ത ഉള്ളിൽ തട്ടിയിട്ടുള്ള ചോദ്യമാണ്. കിരണും അത് ഭയങ്കര വിഷമാവുന്നുണ്ട് ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ. പക്ഷേ സരയുവിനെ വെറുപ്പിച്ചുകൊണ്ട് സരയു അറിയലേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും സരയുവിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും സരയു അവരോടൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ അത് തടഞ്ഞത്, അവന് മരിക്കേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ആര്യ പറയുന്നുണ്ട്, മോളെ നീ അത് ചെയ്ത് കഴിഞ്ഞാലേ നിന്റെ അച്ഛൻ്റെ പോലെ തന്നെ നീയും ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരില്ലേ, പിന്നെ മോളുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, കിരൺ മോൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര നാളുണ്ടാവും, കുഞ്ഞിനെ കുറിച്ച് നീ എന്താ ആലോചിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ കിരൺ ഈ കാര്യങ്ങളെല്ലാം കല്യാണിയോട് ചെന്ന് പറയുന്നുണ്ട്. കല്യാണിയോട് പറയാണ് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനോഹറിൻ്റെ ആയ ദയനീയമായ ചോദ്യം കേൾക്കുമ്പോൾ അവൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ശരിക്കും ഞാൻ ഇടറിപ്പോവുകയാണ്. കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ് അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറും പറഞ്ഞു അവന് അഭിനയമല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, നമുക്ക് എന്നാൽ അങ്ങനെ ചിന്തിക്കാം, എന്തായാലും സരയു അറിയണ്ട, സരയു കുഞ്ഞിനെ ഇനിയിപ്പോൾ ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ ചെന്ന് നമ്മൾ കാണിച്ചാലും അവിടെ കുഞ്ഞിനെ കാണിച്ചു എന്ന് ആർക്കും അറിയാൻ പോകുന്നില്ലല്ലോ. ആ ജയിലിലാണെങ്കിൽ നിങ്ങളുടെ അമ്മാവനറിയും, നിങ്ങളുടെ അങ്കിള് അതായത് രാഹുൽ എന്തായാലും സരയുവിനോട് വിവരങ്ങൾ പറയും. ഈ ആശുപത്രിയിലായി കഴിഞ്ഞാൽ പിന്നെ അറിയുന്ന നമ്മുടെ ഡോക്ടറൊക്കെ അല്ലേ ഉള്ളത്, അപ്പോൾ അവരോട് പറഞ്ഞാൽ പോരെ, നമുക്കെന്നു ചെന്ന് കാണിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണിയുടെ വാക്ക് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കണം, എന്തായാലും സരി ഒരു കാരണവശാലും അറിയരുത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഡോക്ടറോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, നല്ലൊരു കാര്യമാണ് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തോ, കാരണം ആളുടെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ നിന്നിട്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് ഇത്തിരിയെങ്കിലും ഭേദമാവാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പോലീസിനോടും അനുവാദമൊക്കെ ചോദിക്കുകയാണ്. ഒരു കാരണവശാലും സരയു കാര്യം അറിയരുത്, മറ്റാരും ഇത് അറിയരുത് എന്ന് അവരോടൊക്കെ പറഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കണ്ട് നമ്മുടെ മനോഹറിൻ്റെ മനസ്സ് നിറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കുഞ്ഞിനെ കവിളിലും ഒക്കെ ഇങ്ങനെ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് ഒരുപാട് നന്ദി കിരണിനോടും കല്യാണിയോടൊക്കെ പറയുന്നുണ്ട്. വേഗം തന്നെ കുഞ്ഞിനെ പെട്ടെന്ന് കാണിച്ച് വേഗം തന്നെ കുഞ്ഞിനെ അതായത് നമ്മുടെ രൂപയുടെയും ചന്ദ്രസേൻ്റെ അരികിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്യുന്നുണ്ട്. സരയു അറിയാതെ അങ്ങനെ ഒരു നല്ലൊരു പ്രവൃത്തി അവർ ചെയ്യുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.